ലോർഡ് ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാളെ ബുധനാഴ്ച നമ്മുടെ പാതി നോമ്പ് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഇടവകയിൽ വാർഷിക ധ്യാനം ആരംഭിക്കുകയാണ്. നമുക്ക് നല്ലൊരു ഉണർവോട് കൂടിയിട്ട് ചിലപ്പോൾ ഒരു പകുതി നോമ്പിലൊക്കെ ചിലപ്പോൾ ചില വീഴ്ചകളും അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോകാൻ തീരുമാനമെടുത്തു, അല്ലെങ്കിൽ ചില തഴക്കദോഷത്തിൻ്റെ മേഖലയിൽ തീരുമാനമെടുത്തു. പക്ഷെ അതിലൊക്കെ നമ്മൾ വീണ് പോയിട്ടുണ്ടാകാൻ സാരമില്ല. നാളെയല്ല, ഇന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി നാളത്തെ ബലിയിൽ പ്രത്യേകമായിട്ട് പാതി നോമ്പിൻ്റെ ആ ബലി അർപ്പിക്കുമ്പോൾ കുറേ കൂടി ഉണർവോടെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒന്ന് പോയി വീഴ്ചകളൊക്കെ ഓർത്ത് മാപ്പ് ചോദിച്ച് കുറേ കൂടി ഉണർവോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 6:22 അതാണ് ശരിക്കും നോമ്പ് ഉപവാസക സഭ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാരണം. ഇതാണ്, പാപത്തിൻ്റെ വേദനം മരണമാണ്. പാപസുഖം നമ്മെ മാടി വിളിക്കുമ്പോൾ അത് മരണത്തിലേക്കാണ് നമ്മെ മാടി വിളിക്കുന്നത്. ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഒരു മകൻ, ഒരു 26-27 വയസ്സാണ് അവനുള്ളത്. 22 വയസ്സ് വരെയൊക്കെ നന്നായിട്ട് പഠിച്ച് ബിടെക് മറ്റേ എൻജിനീയറിങ്ങിനൊക്കെ ചേർന്ന് അവിടെ വെച്ചിട്ട് ഒരു സുഖത്തിന് വേണ്ടിയിട്ട് പതുക്കെ മദ്യത്തിലേക്കും പിന്നെ ഡ്രഗ്സിലേക്കൊക്കെ പോയതാണ്. ഇന്ന് ഡി അഡിക്ഷൻ സെൻറ്ററിൽ മറ്റൊക്കെ ആയിട്ട് അവൻ പറയുകയാണ്, ജീവിതം തകർന്നു പോയച്ചാ, ഈ പാപത്തിൻ്റെ വേദന മരണമാണെന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ എൻ്റെ ജീവിതം പോയി എന്ന് വളരെ വേദനയോടുകൂടി ഇത് ആ യുവാവിൻ്റെ മാത്രമൊന്നുമല്ല, നമ്മുടെയൊക്കെ ജീവിതാനുഭവം അല്ലേ. എന്ന് കൃപയിൽ നിന്ന് നമ്മൾ പാപസുഖത്തിലേക്ക് പോയോ, അത് ലോകത്തിൻ്റെ അരൂപിയായിരിക്കാം, പണത്തിൻ്റെ പുറകിലായിരിക്കാം, ജഡിക പാപങ്ങളുടെ പുറകിലായിരിക്കാം, മൊബൈലിൻ്റെ പുറകിലായിരിക്കാം, സോഷ്യൽ മീഡിയയുടെ പുറകിലായിരിക്കാം. പാപത്തിൽ യേശുവിൽ നിന്ന് അകന്നു പോകുന്നതാണ് പാപം. അതിൻ്റെ വേദനം എന്ന് പറയുന്നത് മരണമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നാളെ പാതി നോമ്പിൽ ഒരു പുത്തൻ അഭിഷേകത്തിൽ വ്യാപരിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.